ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നാണ് നമ്മുടെ മധുമാമിൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ. രാവിലെ തന്നെ ഞാനും മാമിയും കൂടെ ഇവിടെ മണ്ണടി വീട്ടിലേക്ക് വന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കടയിലൊക്കെ പോയി കുറച്ച് സ്നാക്സ്, ഇങ്ങനത്തെ ചീസ് ബാൾസ് പോലുള്ള ഐറ്റംസ്, ലഡു, സ്പ്രൈറ്റ്, പിന്നെ ലേസ്, സിപ്പപ്പ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അതൊക്കെ ഞങ്ങൾ ഇരുന്ന് കഴിച്ചു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ മണ്ണടി മേലെ വീട്ടിലേക്ക് പോകാമെന്ന് ഞങ്ങളെല്ലാവരോടും പ്ലാൻ ഇട്ട് ഞങ്ങളങ്ങനെ ഒറ്റ മൈൻഡിൽ മേലെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ താഴെ വീട്ടിലധികം ആരും വന്നിട്ടൊന്നുമില്ല, എല്ലാവരും വൈകിട്ടേ വരത്തുള്ളൂ. സോ നമ്മൾ വീട്ടിൽ വെറുതെ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് കരുതി ഞങ്ങൾ മേലെ വീട്ടിലേക്ക് പോവാണ്. ഇതാണ് ഗുയിസ് അവിടേക്ക് പോകാനുള്ള വഴി, ഒരു കയറ്റമാണ്. അപ്പോൾ ഞങ്ങൾ കയറ്റമൊക്കെ കയറി അവസാനം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളവിടെ ഒരു സൈഡിൽ പോയി ഇങ്ങനെ ഇരുന്നു. ഇപ്പോൾ മഞ്ചാടി എൻ്റെ ഹെയറിൽ ഓരോരോ ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യുകയാണ് ഗൈസ്. അപ്പോഴത്തേക്കും നമ്മൾ ഉഷാൻ്റെ ആപ്പിൾ കട്ട് ചെയ്തുകൊണ്ട് വന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചു. എന്നിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ താഴെ വീട്ടിലേക്ക് പോവാണ്. എല്ലായിടത്തും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ താഴെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുങ്ങണം, അങ്ങനെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് റെഡി ആവാനൊക്കെ പോകണം. ഞങ്ങൾ കടയിൽ പോയപ്പോഴത്തേക്ക് വേറെ കുറച്ച് സാധനങ്ങൾ, ബ്രൗണി, ഡയറി മിൽക്ക്, കിറ്റ്കാറ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ പാചകം ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. വൈകിട്ടത്തെ ഫംഗ്ഷൻ ഇവിടെ നല്ല തകൃതിയായിട്ട് പാചകം നടക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം കേട്ടോ. ചെമ്പാവ് പുന്നില്ലിൻ ചോറ്, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ, ഞാനും അമ്മുക്കുട്ടിയും മഞ്ചാടിയും കൂടെ ശ്രീദേവി ചേച്ചിയുടെ ഹെയർ ഡ്രയർ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് അമ്മുക്കുട്ടിയുടെയും കൃഷ്ണയുടെയും മേക്കപ്പ് പ്രൊഡക്ട്സ് ഞാൻ കണ്ടത്. ആ കവറിൽ നിറച്ചുണ്ടായിരുന്ന സാധനങ്ങൾ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ കവറിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മറ്റ് പിമ്പിൾ പാച്ചസ്, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു ആ കവറിനകത്ത് ഇരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മാമി ഇവിടെ ഹെയർ ഡ്രയർ വെച്ച് മുടിയൊക്കെ ഉണക്കുകയാണ്. പിന്നെ കൃഷ്ണയ്ക്കും ഇങ്ങനെ മുടിയൊക്കെ ഉണക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഓരോരുത്തരുമായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മധുമാമനൊക്കെ വന്നു കേട്ടോ. പിന്നെ ഞാനും മാമിയും കൂടി റൂമിലേക്ക് വന്നിരുന്നു കേട്ടോ. അത് ഞങ്ങൾ പുറത്തേക്ക് പോയി നാലുകെട്ടിൻ്റെ അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് നേരമൊക്കെ സംസാരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്, ഫോട്ടോ എടുക്കുന്ന കാര്യം, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇരിക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും കൊണ്ടുവന്ന പ്രസൻറ്റേഷനും ഗിഫ്റ്റും ഒക്കെ ഞാൻ മുറിയിലേക്ക് കൊണ്ടുവച്ചു. ഇനി അവർ വന്ന വണ്ടി നിങ്ങൾക്ക് കാണണ്ടേ. ഇതാണ് അവർ വന്ന കേരള പോലീസിൻ്റെ വണ്ടി. അതേസമയം അവിടെ ഒരു ചെറിയ ബ്ലോക്ക് സംഭവിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ചെന്നു.
അതേസമയം നമ്മുടെ ശ്രീദേവി ചേച്ചി വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി കാനഡയിലായതുകൊണ്ട് ചേച്ചിക്ക് റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് പങ്കെടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഇത് നമ്മുടെ മഞ്ചാടി മധുമാമന് കൊടുത്ത ഗിഫ്റ്റാട്ടോ. ഇത് അവളും അവളുടെ അമ്മയും കൂടെ ഉണ്ടാക്കി കൊടുത്തതാണ്. നല്ല രസമുണ്ടല്ലേ ഗൈസ്, നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. അത് കഴിഞ്ഞ് ശ്രീദേവി ചേച്ചിയെ ഞങ്ങളെല്ലാവരും കൂടെ വിളിച്ച് സംസാരിച്ചു. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറി വന്ന് ഗിഫ്റ്റിൻ്റെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നല്ല അടിപൊളി ഫുഡായിരുന്നു. വയറും മനസ്സും നിറഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഞാൻ ആദ്യത്തെ ബൈറ്റ് എടുത്ത് വെക്കുകയാണ്, അത്രയ്ക്ക് വിശന്നിരുന്നാണ് കഴിക്കുന്നത്. നല്ല സൂപ്പർ ഫുഡായിരുന്നു. പിന്നെ ഐസ്ക്രീം, വാനില ഫ്ലേവർ, ചോക്ലേറ്റ്, പിസ്ത, അങ്ങനെ സ്ട്രോബെറി, അങ്ങനെ പലതുണ്ടായിരുന്നു. ഞാനതിൽ നിന്ന് ചോക്ലേറ്റ് ആട്ടോ എടുത്തത്. ചോക്ലേറ്റ് പൊട്ടിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്ന് ആൻറ്റി അടുത്ത് പറഞ്ഞു ആൻറ്റി ചോക്ലേറ്റ് പൊട്ടിക്കാൻ. അങ്ങനെ ചോക്ലേറ്റ് ഞാൻ അവിടെ നിന്ന് മേടിച്ചു. നല്ല അടിപൊളിയായിരുന്നു അത് കഴിക്കാനായിട്ട്. ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഫ്രണ്ട്സ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറി വന്നു. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എൻ്റെ ആ ഫുഡിനെ പറ്റിയുള്ള റിവ്യൂ ആണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഫുഡൊക്കെ അടിപൊളി ഫുഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി ഫുഡാണ്, കഴിക്കാൻ വലിയ സ്ഥലമില്ല. ഞാൻ റൂമിൽ നിന്ന് ജനലിൽ കൂടെ അവിടെ ഫുഡ് വിളമ്പുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരിക കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അത് കഴിഞ്ഞ് അമ്മയൊക്കെ പോയി ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ മുറിയിലേക്ക് വന്നപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തളർന്ന് ഇരിക്കുകയാണ്. അതേസമയം അവിടെ കുറച്ച് പിള്ളേർ ഇന്ന് ഒളിച്ചുകളി കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തർ പോയി ഓരോരോ സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാനും അമ്മുക്കുട്ടിയും വന്ന് പുറത്ത് വെറുതെ ഇങ്ങനെ ഇരുന്നു. ഇവിടെ ഫുൾ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് ഐറ്റം വേറെ എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാമിലെ ഒരു മെമ്പർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ ഷോ ഓഫുകളാണ് നിങ്ങളീ കാണുന്നത്. ഞാൻ വെറുതെ ഓരോരോ കോപ്രായങ്ങൾ കാണിക്കുകയാണ്, നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സൈഡിലൊക്കെ വന്നിരുന്നു. പിന്നെ ഞങ്ങൾ മണ്ടിലേക്ക് കയറിപ്പോയി. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണ്ടേ, സെലിബ്രിറ്റി വന്നിരിക്കുകയല്ലേ. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അതേസമയം നമ്മുടെ മധുമാമൻ്റെ ഓഫീസിൽ നിന്ന് വന്നവരെല്ലാവരും കൂടി ചേർന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. പിന്നെ എനിക്ക് ഡേറ്റ്സ് പിക്കിൾ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ്. ഞാനും അമ്മക്കുട്ടിയും കൂടെ പോയി എനിക്ക് ഡേറ്റ്സ് പിക്കിൾ എടുത്തു. പിന്നെ ഞങ്ങൾ അങ്കിളിൻ്റെ അടുത്ത് കുറച്ച് നേരമൊക്കെ നിന്ന് സംസാരിച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ഞാനും മാമിയും മഞ്ചാടിയും ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ സൈഡിൽ വന്ന് ഇരുന്നു. അപ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മഞ്ചാടി എടുത്തൊരു ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഡാൻസ് കളിച്ചു. പിന്നെ ഞാൻ ശാരദാ മാമയെ വീഡിയോയിൽ പിടിച്ചിർത്തി. അപ്പോൾ അവിടെ കുറച്ച് കുട്ടി പിള്ളേരൊന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതും വീഡിയോ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇവിടെ ക്ഷീണിച്ച് തളർന്നു വന്നിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ സുജാതൻ്റെ ഊഞ്ഞാലിൻ്റെ അടുത്തുനിന്ന് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ അവിടെ മധുമാമൻ്റെ ഫോട്ടോ എടുക്കുമായിരുന്നു എല്ലാവരും കൂടെ. അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ MLA അഡ്വക്കേറ്റ് ശാന്തകുമാർ സാർ വന്നിട്ടുണ്ടായിരുന്നു. മധുമാമനും ലത ആൻറ്റിയും കൂടെ MLAയുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ MLAക്ക് ചായ ഇടാൻ പോവാണ് ഇവിടെ എല്ലാവരും. പിന്നെ ഫുഡൊക്കെ സെർവ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മുക്കുട്ടിയും മഞ്ചാടിയും കൂടെ ഊഞ്ഞാലാടാൻ വന്നിരിക്കുകയാണ്. ഊഞ്ഞാലാടുന്നത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി ഞങ്ങളിരുന്ന് ഊഞ്ഞാലാടുകയാണ് ഫ്രണ്ട്സ്. അപ്പോഴത്തേക്ക് നമ്മുടെ MLA പോകാനായിട്ട് ഇറങ്ങി. എല്ലാവരുടെ അടുത്തും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് MLA പോയി. അങ്ങനെ ഞങ്ങൾ വീണ്ടും സൈഡിൽ വന്ന് ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ഫോട്ടോ എടുക്കുമ്പോൾ അപ്പോൾ ഏകദേശം എല്ലാവരും ഒക്കെ പോയ സ്ഥിതിക്ക് ഇനി നമുക്ക് കുറച്ച് നേരം യുനോ കളിക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ അകത്തിരുന്ന് കളിച്ച് മടുത്തപ്പോൾ പുറത്തിറങ്ങി ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് യുനോ കളിക്കുകയാണ്. പിന്നെ മണിയമ്മ ചേട്ടൻ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസം സൂപ്പറായി തന്നെ പോയി. ഇനി നമ്മൾ ഉറങ്ങാൻ പോവാണ്. അപ്പോഴത്തേക്കും മധുമാമനെ കയറി നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഉറങ്ങാം ഫ്രണ്ട്സ്. അപ്പോൾ നല്ല ടയർഡാണ്, എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവർക്കും ബൈ.